രാജ്ഭവനിലെ ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കറിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച എസ്എഫ്ഐ. കേരള സർവകലാശാലയിൽ ചാൻസലർക്കെതിരെ എസ്എഫ്ഐ ബാനറുകൾ ഉയർത്തി പ്രതിഷേധിച്ചു. സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയപ്പോഴായിരുന്നു ഗവർണർക്കെതിരായ പ്രതിഷേധം. ഭാരതാംബയുടെ ചിത്രത്തിനൊപ്പം RSS നേതാക്കളായ ഗോൾവാൾക്കറുടെയും ഹെഡ്ഗേവാറിന്റെയും ചിത്രം രാജ്ഭവനിൽ സ്ഥാപിച്ചതിനെതിരെയാണ് എസ്എഫ്ഐയുടെ സമരം. ഇന്നലെ നടത്തിയ രാജ്ഭവൻ മാർച്ചിന്റെ തുടർച്ചയായി ഇന്ന് കേരള സർവകലാശാലയിലേക്കും പ്രതിഷേധം സംഘടിപ്പിച്ചു. സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഗവർണർ എത്തുന്നതിന് തൊട്ടുമുൻപ് വി നീഡ് ചാൻസലർ നോട്ട് ഗാന്ധി അസാസിൻ സവർക്കർ എന്ന ബാനർ കെട്ടാൻ എസ്എഫ്ഐ പ്രവർത്തകർ ശ്രമിച്ചു. പ്രതിഷേധം പോലീസ് തടഞ്ഞതോടെ ഉന്തും തള്ളും. പിന്നാലെ ഗാന്ധിജിയുടെയും അംബേദ്കറിന്റെയും ബാനറുകൾ പ്രവർത്തകർ സർവകലാശാലയ്ക്കുള്ളിൽ സ്ഥാപിച്ചു. ചാൻസലർ കളിപ്പാവയാണെന്നും RSS അജണ്ട നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നും SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ്. ഇത്തരം തെറ്റായ നയങ്ങൾക്കെതിരായി വിദ്യാഭ്യാസ മേഖലയിലെ സംഘപരിവൽക്കരണത്തിനെതിരായ ശക്തമായ സമരം ഉണ്ടാവും. രാജ്ഭവൻ രാജ്യത്തിന്റെ ഭൂസ്വത്താണ്. ഇല്ലാത്ത അധികാരം ഉപയോഗപ്പെടുത്തിയാണ് അദ്ദേഹം ചിത്രം വെച്ചത്. ആ ചിത്രം വെച്ച് നമുക്ക് ന്യായീകരിക്കാം. അതായത് കുടുംബസ്വത്തല്ലെന്നേ, അതാ പ്രശ്നം. കനത്ത സുരക്ഷയിലാണ് ഗവർണർ സർവകലാശാലയിലെത്തിയതും യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങിയതും. മടക്ക സമയത്തും SFI വക രണ്ടാം ഘട്ട പ്രതിഷേധം. സർവകലാശാല കവാടത്തിന് മുകളിൽ ബാനറും കെട്ടിയ ശേഷമാണ് പ്രവർത്തകർ സമരം അവസാനിപ്പിച്ച് മടങ്ങിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.